ഫുട്ബോൾ ലോകത്തെ ആകെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ദ സ്പെഷ്യൽ വൺ ജോസെ മൊറീഞ്ഞോ വീണ്ടും റയൽ മാഡ്രിഡിന്റെ അമരക്കാരനായി തിരിച്ചെത്തുകയാണ്. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മൊറീഞ്ഞോ അവിടെ കരാർ നീട്ടാനുള്ള തന്റെ സുവർണാവസരം വേണ്ടെന്ന് വെച്ചാണ് റയൽ മാഡ്രിഡിലേക്ക് വിമാനം കയറുന്നത്. ബെൻഫിക്കയുടെ സീസണിലെ അവസാന മത്സരത്തിൽ എസ്റ്റോറിനെ 3-1 തറപറ്റിച്ച ശേഷമാണ് ഈ ഇതിഹാസ പരിശീലകൻ തന്റെ രണ്ടാം വരവിനായി സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജയവഴിയിൽ തിരിച്ചെത്താൻ കഷ്ടപ്പെടുന്ന റയൽ മാഡ്രിഡിന് മൗറീഞ്ഞോയുടെ ഈ വരവ് പുതിയൊരു ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ ആരാധകർക്കും തർക്കമൊന്നുമില്ല. 2010 മുതൽ 2013 വരെയുള്ള കാലയളവിൽ റയലിനെ പരിശീലിപ്പിച്ചിട്ടുള്ള മൗറീഞ്ഞോ ക്ലബിന് ലാലിഗ, കോപ്പ ഡെൽ റേ കിരീടങ്ങൾ നേടിക്കൊടുത്തിരുന്നു. റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസിന്റെ വ്യക്തിപരമായ താൽപര്യപ്രകാരമാണ് 63-കാരനായ മൗറീഞ്ഞോയുടെ ഈ രണ്ടാം വരവ്. 2029 ജൂൺ വരെയുള്ള ഒരു ദീർഘകാല കരാറിലാണ് ഇരുപക്ഷവും ഇപ്പോൾ ഔദ്യോഗികമായി ഒപ്പുവെച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ജൂൺ 7 ക്ലബ്ബ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പെരസ് തന്നെയാണ് നിലവിൽ ഏറെക്കുറെ മുന്നിൽ നിൽക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം മൗറീഞ്ഞോയുടെ നിയമനം ക്ലബ്ബ് ഔദ്യോഗികമായി ലോകത്തെ അറിയിക്കും. തുടർച്ചയായി 2 സീസണുകളിൽ പ്രധാന കിരീടങ്ങളൊന്നും നേടാനാകാതെ റയൽ മാഡ്രിഡ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ സാബി അലോൺസോയെ പുറത്താക്കിയതിനെ തുടർന്ന് താൽക്കാലിക ചുമതല ഏറ്റെടുത്ത മുൻ താരം ആൽവാരോ അൽബലോവോ ക്ലബ്ബ് വിടുമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അർബലോവയുടെ ഒഴിഞ്ഞ കസാരയിലേക്ക് തന്ത്രശാലിയായ മൗറീഞ്ഞോ എത്തുമ്പോൾ വരും സീസണുകളിൽ സ്പാനിഷ് മണ്ണിലും യൂറോപ്പിലും ഒരു വമ്പൻ തിരിച്ചുവരവാണ് റയൽ മാഡ്രിഡും കാൽപന്ത് പ്രേമികളും പ്രതീക്ഷിക്കുന്നത്.